കഴിഞ്ഞ ദിവസമൊക്കെയാണ് നമ്മൾ കണ്ടത് ഗതാഗത മന്ത്രി തന്നെ വിളിച്ച യോഗം അദ്ദേഹത്തിന്റെ അനിഷ്ടം മൂലം ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്ത് ഇന്നിപ്പോഴും അത് ആ ഷോ തുടരുന്നതിനൊപ്പം ആയൂരിൽ വെച്ച് മറ്റൊരു ഷോയും കണ്ടു ആളുകൾ. ആ ഷോ കൂടി അതിലെ പ്രതികരണങ്ങൾ ബസ്സിന് പിന്നാലെ പാഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രി അമർഷം രേഖപ്പെടുത്തിയത്. അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാൻ മതി. വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞു കൊടുക്കും. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് പിടിച്ചെടുത്തത്. നടപടിയെടുക്കും ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC CMDയുടെ നോട്ടീസുണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് ഇട്ടിരിക്കുക. നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട് അങ്ങനെ ഇടരുതെന്ന് എല്ലാ സ്ഥലത്തേക്കും. അവിടെ ഇടരുത് എന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നാൽ ഇനി ഇത് ആവർത്തിക്കുക. നടപടി വരുമ്പോൾ പഠിച്ചു. നിങ്ങളല്ലെങ്കിൽ ഇന്നലെ ഓടിച്ചിരുന്ന ആളിട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റി. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ഇന്നലെ ഇട്ട കുപ്പി കുപ്പി ഇന്നും ഇവിടെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? രാവിലെ വണ്ടി എടുക്കുന്നത് ചുമ്മാ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് പോയി. ചുമ്മാണ് നശിക്കുന്നത്. കണ്ണൻ നായർ കൊല്ലത്ത് നിന്നും ചേരുന്നുണ്ട്. കണ്ണൻ, ഇത് പുതിയ സംഭവമൊന്നുമല്ല, നമുക്ക് ആഡ് ചെയ്യാവുന്ന മറ്റൊരു സംഭവം കൂടി വരികയാണ്. അതും ആയൂരിൽ നിന്നാണ് വരുന്നത്. മന്ത്രി ഷൗട്ട് ചെയ്യുന്നു. എന്താണ് പബ്ലിക് അവിടെ നിന്നപ്പോൾ തന്നെയാണോ ഇത്തരത്തിലൊരു ഷോ പോലെ കാണിക്കുന്നത്? ഇതാരാണ് പകർത്തിയത്? അപ്പോൾ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എന്താണ്? ഇത് ഇന്ന് മന്ത്രി പത്തനാപുരത്തേക്ക് വരികയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആ സമയത്താണ് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിന്റെ മുൻഭാഗത്ത് പ്ലാസ്റ്റിക് കുപ്പികൾ, അതായത് കുടിവെള്ള കുപ്പികളും ശീതളപാനീയ കുപ്പികളും ഒക്കെ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ആയൂർ ജംഗ്ഷൻ അറിയാമല്ലോ, ആ സിഗ്നലിൽ കൂടെ നേരെ യൂട്ടേൺ എടുത്ത് തിരിച്ച് ഈ ബസ്സിന്റെ പിന്നാലെ പോവുകയായിരുന്നു. ആ പിന്നാലെ പോയി ആ ബസ് തടഞ്ഞു നിർത്തി. അതിനുശേഷം മന്ത്രി ബസ്സിലേക്ക് കയറി ജീവനക്കാരോട് എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കാത്തതെന്ന് ചോദിച്ചു. പിന്നീട് അവർക്ക് അത് ചെയ്യാത്തതിന്റെ പേരിലുള്ള ശകാരവും ഉണ്ടായി. വലിയ രോഷത്തോടു കൂടിയാണ് മന്ത്രി ജീവനക്കാരോട് പ്രതികരിച്ചത്. കാര്യം പലതവണ KSRTC MD അടക്കമുള്ള ആൾക്കാർ ഇത്തരത്തിൽ ബസ് വൃത്തിയായി സൂക്ഷിക്കണമെന്നുള്ള സർക്കുലർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം ജീവനക്കാർ അതിന് തയ്യാറാകുന്നില്ല. ബസ് വൃത്തിയായി സൂക്ഷിച്ച് ബസ് തങ്ങളുടെ സ്വന്തം ഒരു വീട്ടിലെ വാഹനം പോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് മന്ത്രി പലപ്പോഴും ജീവനക്കാർക്ക് നൽകുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം ജീവനക്കാർ പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വിവരങ്ങൾ നൽകിയത്. അപ്പോൾ മന്ത്രി അങ്ങനെ ഷോ തുടരുമ്പോൾ AK സ്റ്റെഫിനും തിരുവനന്തപുരത്തും ഹരികൃഷ്ണനും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, നമ്മൾ ഇന്നലെയാണ് മന്ത്രിയുടെ ഷോ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇപ്പോൾ എന്താണ്, അതിന് വലിയ സമയമൊന്നും എടുത്തില്ല, അധിക സമയം എടുക്കാതെ കൊല്ലത്ത് നിന്ന് മന്ത്രി റോഡിലേക്ക് ഇറങ്ങണം. പക്ഷേ ഇതിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊക്കെ പിന്നിൽ ക്യാമറ പകർത്തപ്പെടുന്നുണ്ട്. അത് പിന്നീട് വാർത്തയായിട്ടൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നില്ലെങ്കിൽ പോലും ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മന്ത്രിയുമായി ബന്ധപ്പെട്ട സ്ഥിരം വാർത്തകൾ ഹാൻഡിലുകളിലൊക്കെ തന്നെ വരുന്നുമുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത്? മന്ത്രി യഥാർത്ഥത്തിൽ ഒരു നടൻ കൂടിയാണല്ലോ. ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് കാണിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മന്ത്രിക്ക് അറിയാം. അതുകൊണ്ടാണ് ഇതെല്ലാം വൈറലാവുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഇനി വൈറലായി ഇങ്ങനെയുണ്ട്. പക്ഷേ ഇങ്ങനൊരു ക്യാമറ കൊണ്ട് മന്ത്രി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ KSRTCയിൽ കണ്ടെത്താൻ പറ്റും. KSRTC ബസ് വൃത്തിയായി സൂക്ഷിക്കാത്തത് കിട്ടും, പല ഓഫീസുകളുടെയും പ്രശ്നങ്ങൾ കിട്ടും, സ്റ്റേ റൂമുകളുടെ ആ ഒരു ദുരിതം ആ ജീവനക്കാർ അനുഭവിക്കുന്നത് കിട്ടും, പലപ്പോഴും ഈ വണ്ടി പണിയെടുക്കുന്ന സ്ഥലത്തുള്ള ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ പ്രശ്നങ്ങൾ കിട്ടും. ഇതൊക്കെ കണ്ടെത്താൻ കഴിയുന്നത്. പക്ഷേ അവിടേക്ക് ക്യാമറ നീങ്ങുന്നില്ല. നീങ്ങിക്കഴിഞ്ഞാൽ KSRTC മാനേജ്മെന്റിന്റെയും മന്ത്രിതലത്തിലുള്ള പിടിപ്പുകേടുകൾ പുറത്താവുമെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് 1-ാം തീയതിയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവിടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എല്ലാ മാസവും ആ ശമ്പളം കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഷോയൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ ഇത് KSRTC നന്നാക്കാനാണെന്ന് മന്ത്രി പറയുന്ന വാദം തന്നെ അംഗീകരിച്ചാലും ഈ ശമ്പളത്തിന്റെ കാര്യത്തിലും കൂടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വിൻസെന്റിന്റെ സമയക്കുറവുകൊണ്ടാണ് നമുക്ക് ആ ബൈറ്റ് കൊടുക്കാൻ കഴിയും. വിൻസെന്റ് ഉൾപ്പെടെ പറഞ്ഞതാണ് ഇത് വലിയ ഒരു രീതിയിൽ ഒരുപക്ഷെ LDFനെ ബാധിക്കുന്നതാണ്. കോൺഗ്രസ് അടക്കം തിരുവനന്തപുരത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇതൊരു പ്രചാരണ വിഷയമാക്കിയാണ്. എന്താണ് ആന്റണി രാജു ഒപ്പം ഗണേഷ് കുമാർ റിഫ്റ്റ് ഇവർ തമ്മിലുള്ള തർക്കം അത് എത്രത്തോളം ബാധിക്കും ഈ സർക്കാരിന്റെ? കാരണം 2 ടീമില് 2 മന്ത്രിമാരാണ്, 2 പേര്, ഒരാൾ MLA, ഒരു മന്ത്രി. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു ചേരിതിരിവും അമർഷവും മുറുമുറുപ്പും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നതിന്റെ അനുരണനങ്ങൾ എന്തായിരിക്കാം ഹരി? രാഷ്ട്രീയമായി ഈ വിഷയത്തെ അവർ ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതായത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വിൻസെന്റ് തന്നെ പറയുന്നുണ്ട്, വിജയോ
ഉദാഹരണം വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വിജയ് നടനാണ്, ഗണേഷ് കുമാറും നടനാണ്. അവിടെ സംഭവിച്ചത് ആൾക്കൂട്ടം, ആൾ കൂടിയപ്പോൾ സംഭവിച്ചൊരു ദുരന്തം. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഭവിച്ചത് ആളില്ലാത്തതിൽ സംഭവിച്ചൊരു ദുരന്തം എന്നാണ് വിൻസെന്റ് അതിനെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല, ഇതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തു എന്ന് ഇരിക്കട്ടെ, കോൺഗ്രസ് വെറുതെ ഇരിക്കോ? ഇല്ല. സ്വാഭാവികമായിട്ടും അവർ പ്രതിഷേധമായിട്ട് രംഗത്തിറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ ആന്റണി രാജുവിൻ്റെ വിഷയം, തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തെ MLA അതിൽ അധ്യക്ഷത വഹിക്കേണ്ടതാണ്. പക്ഷേ അത് ഏത് രീതിയിൽ ഇനി കൂടുതൽ വഷളാകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. തീർച്ചയായും വളരെ രസകരമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പര്യവസാനം എന്തുമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അധികം സമയമൊന്നുമില്ല. ഈ നിയമസഭയുടെ ടേം തീരാൻ കൊല്ലത്തേക്ക് വീണ്ടും കടനായിലേക്ക് പോവുകയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥർക്കിടയിലൊക്കെ ഇത്തരം സീൻ, ഇത്തരം ഷോകൾ അമർഷമുണ്ടാകുന്നുണ്ട്. ആ ഒരു സംഭവത്തിൽ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞോ കണ്ണന്? ഈ KSRTC ബസ്സിലെ ജീവനക്കാരുമായിട്ട്, അതായത് ആ KSRTC പാസഞ്ചറിലുണ്ടായിരുന്ന ഡ്രൈവറോടും കണ്ടക്ടറോടും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ മറ്റുള്ള ചില ഉദ്യോഗസ്ഥരോടും യൂണിയൻ ഭാരവാഹികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അമർഷമുണ്ട്. കാര്യം ആ ബസ് കൃത്യമായി കൊണ്ടുപോകണം എന്ന് മന്ത്രി പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് പൊതുജന മധ്യത്തിൽ വെച്ച് ഇത്തരത്തിലുള്ള ഒരു അവഹേളനത്തിൻ്റെ രീതിയിലേക്ക് പോകുമ്പോൾ അത് ഒരു വ്യക്തിത്വത്തെ ബാധിക്കുന്ന വിഷയമാണ്, അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന വിഷയമാണ്. വേണമെങ്കിൽ മന്ത്രിക്ക് മറ്റേ താഴെ അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട്, ATA കൊണ്ടോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടോ ആ വിഷയങ്ങൾ പറഞ്ഞ് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പരസ്യമായി ഒട്ടേറെ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. പരസ്യമായി വന്നിട്ട് ഒരു റോഡിൽ വെച്ച് ഇങ്ങനത്തിലുള്ള ഒരു പ്രവൃത്തി കാണിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായും വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു മന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്, വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രശ്നം, മാലിന്യ പ്രശ്നം ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് താൻ പ്രവർത്തിച്ചതെന്നാണ് മന്ത്രി പറയുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിൽ നന്നായി പോകുന്ന ബസ്സുകളെ അഭിനന്ദിക്കാറുണ്ട്, അങ്ങനെയുള്ള ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും അഭിനന്ദിക്കാറുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ മോശമായി ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്.